പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു രാത്രി കൂടെ നമ്മളെ വിട്ടുപോയി. ആ രാത്രിയിൽ കിടന്നുറങ്ങിയ അനേകരും ഈ പ്രഭാതത്തിൽ എഴുന്നേൽക്കുന്നില്ല. എന്നാൽ യഹോവ കഴിഞ്ഞ ദിവസവും നമ്മെ താങ്ങി പരിപാലകനായി ഉറങ്ങാതെ മയങ്ങാതെ കൂടിരുന്ന് ആപത്ത് അനർത്ഥങ്ങളിൽ നിന്ന് രക്ഷിച്ച് കർത്താവിനെ സ്തുതിക്കാൻ ഈ പ്രഭാതം ശേഷിപ്പിച്ച ദൈവനാമത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഈ പ്രഭാതം കർത്താവിനോട് ചേർന്ന് ദൈവവചന ധ്യാന ചിന്തയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്നത്തെ ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 1-2 വാക്യങ്ങൾ വായിക്കുന്നു. ഐസിയ ചാപ്റ്റർ 43 വേഴ്സ് 1 and 2. ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലേ, നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു: ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ എനിക്കുള്ളവൻ തന്നെ. നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോട് കൂടിയിരിക്കും. നീ നദികൾ കൂടി കടക്കുമ്പോൾ അവ നിന്റെ മീതെ കവിയുകയില്ല. നീ തീയിൽ കൂടി നടന്നാൽ വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. നമ്മൾ പല പ്രാവശ്യം കേട്ടിട്ടുള്ള, ചിന്തിച്ചിട്ടുള്ള, വചനം സംസാരിച്ചിട്ടുള്ള ഒരു വചനം തന്നെയാണ്. എങ്കിലും ഇന്നത്തെ വചനത്തിന്, ഈ കേൾക്കുന്ന വചനത്തിന് ഒരു വ്യത്യസ്തതയുണ്ടാകും. പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിലായിരിക്കുക. ഈ 1-2 വാക്യങ്ങൾ ഒരുപാട് കോൺട്രവേഴ്സ്യൽ വാക്യങ്ങളാണ്. ഒന്നാമത്തെ വാക്യം പറയുന്നു, മകനായിട്ട് ഇപ്പോഴോ യാക്കോബേ, നിന്നെ സൃഷ്ടിച്ചവനും നിന്നെ നിർമ്മിച്ചവനുമായി യഹോവ ഇപ്രകാരം അരുളി ചെയ്തു: ഭയപ്പെടേണ്ട, ഡോണ്ട് വറി, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. അപ്പോ ഒരപ്പൻ മകനെ ചേർത്ത് പിടിക്കുന്നത് പോലെ തമ്പുരാൻ ചേർത്ത് പിടിച്ച് അങ്ങ് സ്നേഹത്തോടെ, സ്നേഹവായ്പകളോടെ കൊച്ചു കുഞ്ഞിനെ എടുക്കുന്നത് പോലെ കൊണ്ടു നടക്കാമെന്നുള്ള പ്രോമിസോടെ അഖിലാണ്ടത്തിന്റെ ഉടയവൻ സൃഷ്ടിതാവായ ദൈവം പറയുക: ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഇത് നമുക്കൊരു ഉറപ്പായിരിക്കുമ്പോൾ ഒരു കോൺട്രവേഴ്സ്യലായിട്ട, ഒരു ചിന്താതീതമായ ഒരു അടുത്ത വാചകം പറയുക: നീ വെള്ളത്തിൽ കൂടി കടക്കും, പേടിക്കണ്ട. നദിയിൽ കൂടി കടക്കും, അത് നിന്റെ മീതെ കവിയുകയില്ല. തീയിൽ കൂടി നടന്നാൽ അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. ഒരു ചോദ്യം ഞാനിവിടെ ചോദിക്കട്ടെ. ആ തീയെ നിർമ്മിച്ചത് ദൈവമല്ലേ? നിന്നെ സൃഷ്ടിച്ചവന് ദൈവമല്ലേ? ചരാചരങ്ങളുടെ സൃഷ്ടിതാവ് ദൈവമല്ലേ? ദൈവത്തിന് ഈ വെള്ളത്തിൽ കൂടി നടത്താതെ, മുങ്ങിപ്പോകുന്ന നദിയിൽ കൂടി നടത്താതെ നദി അങ്ങ് മാറ്റിയാ പോരെ? വെള്ളം അങ്ങ് എടുത്തു മാറ്റിയാ പോരെ? അടുത്ത വചനം ഇമ്പോർട്ടന്റ് ആണ്. തീയിൽ കൂടി നടക്കും, അത് നിന്നെ ദഹിപ്പിച്ചു കളയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. അപ്പൊ ദഹിപ്പിക്കുന്ന അഗ്നിജ്വാല നിന്റെ മുമ്പിൽ നിന്ന് എടുത്തു മാറ്റിയാ പോരെ? ഒന്നുകൂടെ ഞാൻ ചോദ്യം ആവർത്തിക്കാം, അതൊന്നുകൂടെ മനസ്സിലാക്കിക്കേ. യഹോവയുടെ മകനാണ് നീ. കർത്താവിന്റെ കരത്തിലെ ഒക്കത്തിരിക്കുന്ന കുഞ്ഞിനെ പോലെ, അപ്പൻ മകനെ ആശ്വസിപ്പിക്കുന്നത് പോലെ, അമ്മ കുഞ്ഞിനെ ഒക്കത്തെടുക്കുന്നത് പോലെ നിന്നെ കൊണ്ടു നടക്കുന്ന ദൈവം പറയാ: നീ വെള്ളത്തിൽ കൂടി നടക്കുമെന്ന്, അല്ലെ മുക്കിക്കളയുന്ന നദിയിൽ കൂടി നീ പോകുമെന്ന്. എന്നാൽ നദിയിൽ കൂടി പോകാതെ നിന്നെ ഒക്കത്തെടുത്ത് പിടിച്ചാ പോരെ? അല്ല, നീ നദിയിൽ കൂടി കടക്കും, അപ്പൊ ഞാൻ നിന്നോട് കൂടി ഇരിക്കാം, നദി നിന്നെ മുക്കിക്കളയുകയില്ലെന്ന്. അടുത്ത വാചകം പറയുന്നത്, നീ തീയിൽ കൂടി നടക്കും, പക്ഷെ നിനക്കൊന്നും സംഭവിക്കുകയില്ല, അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല എന്ന്. എന്നാൽ ഈ അഗ്നിജ്വാല അത് നിന്റെ അടുത്തില്ലാതിരുന്നാ പോരെ? പ്രൈസ് ദി ലോർഡ്. ഈ വചനം ഞാൻ പറയുമ്പോ നിങ്ങൾ ഒന്നിരുന്ന് ചിന്തിക്കണം. ദൈവം അഖിലാണ്ടത്തിന്റെ ഉടയവനാ, തീയെ സൃഷ്ടിച്ചവനാ, നദിയെ സൃഷ്ടിച്ചവനാ, വെള്ളത്തെ, ആഴിയെ സൃഷ്ടിച്ചവനാ. ഈ ആഴിയിൽ കൂടി നടക്കുമ്പോൾ അത് മുക്കിക്കളയാതെ വണ്ണം നടത്താതെ, ഈ ആഴിയിലോട്ട് നിന്നെ വിടാതെ നിന്നെ ഒക്കത്തെടുത്ത് വെച്ചാൽ പോരെ? അല്ല കുഞ്ഞെ, അല്ല. തീക്കകത്ത് നിന്നെ വിടാതെ, തീക്കകത്ത് നിന്നെ മാറ്റിവിട്ടാ പോരെ? അല്ല. എന്താ കാര്യമെന്നറിയാമോ? ഈ അമ്മമാര് ഒരു വയസ്സുള്ള കുഞ്ഞിനെ നോക്കിയിരിക്കും. അവൻ എഴുന്നേറ്റ് നടക്കുമ്പം വീണ് മുട്ടുപൊട്ടും. ഇന്ന് വരെ ലോകത്തിൽ ഒരമ്മയും എൻ്റെ കുഞ്ഞിന്റെ മുട്ടുപൊട്ടുമെന്ന് പറഞ്ഞ്, അവൻ ചോര വരുമെന്ന് പറഞ്ഞ് ഒക്കത്ത് മാത്രം കുഞ്ഞിനെ ഇരുത്തിയിട്ടില്ല, നടക്കാൻ ശീലിപ്പിച്ചിട്ടേ ഉള്ളൂ. കാര്യം എന്താണെന്നറിയാമോ? അമ്മ വേദനിച്ച് പ്രസവിച്ച കുഞ്ഞ് മുട്ടുപൊട്ടി ചോരയൊഴുകി കരയുമ്പം അമ്മയ്ക്കറിയാം, ഈ ചോരയും ഈ മുട്ടുപൊട്ടലും അവന്റെ ഈ ആയുസിനെ തീർത്തു കളയാനും ഈ വേദന അവൻ എന്നേക്കുമുള്ളതല്ല, അവൻ നടക്കാൻ പഠിക്കുന്നതിന്റെ ഭാഗമാണത്. ഹല്ലേലൂയ.
അവൻ നടക്കാൻ പിച്ച വെക്കുന്നതിന്റെ ഭാഗമാണ്. അമ്മയ്ക്കറിയാം. ഇതുപോലെ അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ നിന്നെ ആശ്വസിപ്പിക്കുന്ന ഉടയ തമ്പുരാന്, നിന്റെ സൃഷ്ടിതാവിനറിയാം. ഈ നദിയിൽ കൂടി വിട്ടാൽ നീ അവിടെ പരിശീലനം പ്രാപിക്കുകയാണ്, നീ അവിടെ പരിശീലിപ്പിക്കപ്പെടുകയാ, നീ അവിടെ അഭ്യാസം വരികയാ. കർത്താവ് നിന്നെ പഠിപ്പിക്കുക. അവിടെ യഹോവ നിന്റെ സൃഷ്ടിതാവ് നിന്നെ പഠിപ്പിക്കുക. നിന്നോട് സ്നേഹമില്ലാതിരുന്നിട്ടല്ല, നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചവൻ അവിടെ നിന്നെ പഠിപ്പിക്കുക. അപ്പൊ തീയിൽ കൂടി വിടുന്നതോ നീ തീയിൽ കൂടി കടക്കും, വെന്തു പോകുകയില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയില്ല. പ്രോമിസ് ഉണ്ട്. തീയിൽ കൂടി നടക്കും, വെന്തു പോകത്തില്ലെന്ന്. അഗ്നിജ്വാല ദഹിപ്പിക്കത്തില്ലെന്ന് പ്രോമിസ് ഉണ്ട്. അപ്പൊ തീയെടുത്ത് മാറ്റിയാ പോരെ? അല്ലെന്നേ, നീ തീയിൽ കൂടി നടക്കുമ്പോ അതിനകത്തു നിന്ന് ചില പാഠങ്ങൾ നീ പഠിച്ച് നിന്നെ ശക്തിയുള്ളവനാക്കി, കരുത്തുള്ളവനാക്കി, അതേ സാഹചര്യങ്ങളോട് യാഥാർത്ഥ്യത്തോട് ഫേസ് ചെയ്യാൻ നിന്നെ പ്രാപ്തിയുള്ളവനാക്കി മാറ്റുകയാ. ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നത് ദൈവത്തിന് നിന്നെ സ്നേഹമില്ലാത്തത് കൊണ്ട്, ദൈവത്തിന് നിന്നെ വേണ്ടാത്തത് കൊണ്ട് നിന്നെ ഈ നദിയിലോട്ട് ഇട്ടുകളഞ്ഞെന്ന അല്ല, നിന്നെ തീക്കകത്തിട്ടുകളഞ്ഞെന്ന അല്ല. നിന്നെയും ലോകത്തെയും നിൽക്കുന്ന നെബൂഖദ്നേസർ രാജാവിനെയും നിന്നെ തന്നെയും നിന്റെ കൂടെയുള്ള കൂട്ടുകാരെയും ദൈവത്തിന് അറിയിക്കണം. ദൈവം നിന്റെ സൃഷ്ടിതാവാണെന്ന്, തീയെ നിർമ്മിച്ചവൻ ദൈവമാണെന്ന്. അതിന്റെ തീയുടെ കാഠിന്യം കെടുത്തുന്നതും തീയുടെ ബലം കെടുത്തുന്നതും അതിന് തീയുടെ ബലം കൂട്ടുന്നതും രാജാവല്ല, സൃഷ്ടിതാവാണെന്ന് നിന്നെ മാത്രമല്ല, നിന്റെ കൂട്ടുകാരെ മാത്രമല്ല, രാജാവിനെ അറിയിച്ച് നിന്റെ ദൈവം ആരാണെന്ന്, നീ സേവിക്കുന്ന ദൈവം ആരാണെന്ന് ദൈവം നിന്നെ കുറിച്ച് വെളിപ്പെടുത്തുന്ന ഒരു പദ്ധതിയുടെ ഭാഗത്തില. അതാ ദൈവത്തിന്റെ പദ്ധതി, അതാ കുഞ്ഞെ ദൈവത്തിന്റെ പദ്ധതി. അതുകൊണ്ട് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോ നീ ഒന്ന് ആത്മാവിൽ ഉറച്ചേ, നിന്റെ ശരീരത്തിനകത്ത് നീ ഒന്ന് ബലപ്പെട്ട ഹൃദയത്തിൽ ഉറച്ചേ. ഞാൻ നിന്റെ ദൈവമാ. ഇപ്പോഴോ യാക്കോബേ, നിന്റെ പേര് ചേർത്തോ. അവിടെ ആ യാക്കോബേ എന്നുള്ളിടത്ത് നിന്റെ പേര് ചേർത്തോ. ഇപ്പോഴോ നിന്റെ പേര് ചേർത്ത് പറഞ്ഞു, യാക്കോബേ, നിന്നെ നിർമ്മിച്ചവരും നിന്നെ സൃഷ്ടിച്ചവരുമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭയപ്പെടേണ്ട സാഹചര്യമുണ്ട്, വെള്ളമുണ്ട്, തീയുണ്ട്, പക്ഷെ ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ആരാ പറയുന്നതെന്നറിയാമോ? അഖിലാണ്ടത്തിനുടയവൻ. എവിടെ കൂടെയുണ്ടാകും? നീ തീക്കകത്തേക്ക് ചാടുമ്പോ, നിന്നെ തീക്കകത്ത് വലിച്ചെറിയുമ്പോ തീയുടെ അകത്തൊന്നാമനായി നിന്റെ കൂടെയുണ്ടാകും. ഞാൻ നിന്നോട് കൂടെയുണ്ട്. അടുത്ത വാചകം പ്രസക്തമാ. ഞാൻ നിന്നെ ഓമന പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു. എല്ലാവർക്കും പേരറിയത്തില്ല. പേരറിയാവുന്ന ചിലരുണ്ട്. അപ്പൻ അമ്മയ്ക്ക് നിന്റെ പേരറിയാം, നിന്റെ വേണ്ടപ്പെട്ട സർക്കിളിനകത്ത് നിന്റെ പേരറിയാം. അവരൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന പേരുകളുണ്ടാകും. അവരെക്കാൾ സ്നേഹത്തോടെ നിന്നെ വിളിക്കുന്ന, നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന സ്വർഗമുണ്ട്. അത് എത്ര 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 ദൂരത്തായിരുന്നാലും, എത്ര അകലത്തിലായിരുന്നാലും, സങ്കീർത്തനത്തിൽ പറയുന്ന പോലെ സമുദ്രത്തിന്റെ അടിത്തട്ടി ചെന്ന് പാർത്താൽ അവിടെയും പേര് ചൊല്ലി വിളിക്കുന്നു. നിന്റെ പേര് ചൊല്ലി വിളിക്കുന്ന അത്ര ഇന്റിമസിയുള്ള, അത്ര ബന്ധമുള്ള ഒരുവനുണ്ട്. അടുത്ത വാക്ക് പ്രസക്തമാ. നീ എനിക്കുള്ളവൻ തന്നെ. ഈ വാക്ക് പറഞ്ഞിട്ടാ പറഞ്ഞ്, നീ എനിക്കുള്ളവൻ തന്നെ. യു ബിലോങ്സ് ടു മീ. എന്റെയാണ് നീ എന്ന് പറഞ്ഞിട്ടാ പറയുന്നത്. പക്ഷെ നീ തീ കൂടി നടക്കും. അതൊരു പരിശീലനത്തിന്റെ ഭാഗമാ, അത് നിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമാ. വെള്ളത്തിൽ കൂടി നടക്കും, പക്ഷെ നദി നിന്നെ മുക്കിക്കളയുകയില്ല, വെള്ളം നിന്നെ മൂടത്തില്ല. ദൈവത്തിന്റെ കൃപ കൂടിയിരിക്കും. തീയിൽ കൂടി നടക്കും, നീ വെന്തു പോകത്തില്ല. അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കില്ല. പിന്നെ എന്തിനാ തീയ? നിന്റെ പ്രോസസ്സില. നടക്കാൻ പഠിപ്പിക്കുക, പ്രാക്ടീസ് ചെയ്യുക. അല്ല, ലോകത്തെ അറിയിക്കുക നിന്റെ ദൈവം ആരാണെന്ന്. നിന്റെ ദൈവം ആരാണെന്ന് തമ്പുരാൻ ലോകത്തെ അറിയിക്കുക. ദൈവകാര്യങ്ങളിലേക്ക് സമർപ്പിക്കാം. വചനം ഹൃദയത്തിനകത്ത് കത്തിക്കൊണ്ടിരിക്കട്ടെ. ആത്മാവിൽ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങയുടെ പാദപീഠത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുന്ന സർവ്വപേരെയും യേശുവിന്റെ നാമത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പാ. കർത്താവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും, എൻ്റെ സഭയിലെ വാത്സല്യ, എന്നെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ടവരെ, കർത്താവേ, പ്രാർത്ഥന കൂട്ടായ്മയിലെ ഏറ്റവും വാത്സല്യമുള്ള പ്രിയപ്പെട്ടവര്, ഈ ശബ്ദപരിധിക്കുള്ളിൽ കേൾക്കുന്ന സകല പേരെയും യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. വചനം കൈമാറുന്നു. ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭയപ്പെടേണ്ട. ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു.
വെള്ളത്തിൽ കൂടി കിടക്കുമ്പോൾ കൈവിടാത്ത ഒരു കർത്താവ്, തീയിൽ കൂടി നടക്കുമ്പോൾ മാറോട് ചേർത്തടയ്ക്കുന്ന കർത്താവ്, തീക്കകത്തിറങ്ങി വന്ന് നാലാമനായി ഒന്നാമനായി ഇറങ്ങി വരുന്ന കർത്താവ്, കൂടെ ഇരിക്കുന്നതിനായി നന്ദി പറയുന്നപ്പാ. യേശു കർത്താവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവന്റെ ബലത്തിൽ കർത്താവെ ജനത്തെ നടത്തുന്നതിനായി നന്ദി പറയുന്നു. അങ്ങയുടെ നാമത്തിൽ, പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മാവിൽ ജനത്തെ അനുഗ്രഹിക്കും. തൃക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ഈ ദിവസം അവർക്ക് അനുഗ്രഹമാകട്ടെ. ദൈവത്തിന്റെ കരം കൂടിയിരിക്കട്ടെ. പ്രാർത്ഥിക്കുന്ന സകല മേഖലകളിലും ദൈവം അവരെ വഴി നടത്തുന്ന ദൈവരമയ്ക്കായി സ്തോത്രം ചെയ്ത് തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. അവിടുന്ന് പ്രാർത്ഥന കേട്ടിയാൽ സ്തോത്രം. സകല മാനവത്തിൽ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടിയിരിക്കട്ടെ. ഗോഡ് ബ്ലസ് യു, ബ്ലസ് യു, ബ്ലസ് യു. കർത്താവിന്റെ ആത്മാവോട് ചേർന്ന് നടക്കാം. അടുത്ത സെഷന് അല്ല, നാളെ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു.